സമ്മിശ്രമായ വികാരമുള്ള ഒരു വാർത്തയാണ്. ക്രിസ്മസ് ദിനത്തിൽ ശിശുക്ഷേമ സമിതിയുടെ അമ്മത്തൊട്ടിലിൽ പെൺകുഞ്ഞിനെ കിട്ടി. 3 ദിവസം പ്രായമായ കുഞ്ഞിനെയാണ് ഇന്ന് പുലർച്ചെ 5:50 തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയുടെ അമ്മത്തൊട്ടിലിൽ ലഭിച്ചത്. കുഞ്ഞിന് പേര് ക്ഷണിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നുണ്ട്. ശ്രീനന്ദ, 2 കാര്യങ്ങളാണ്. ഒന്ന് ആ കുട്ടിയെ, അതിൻ്റെ രക്ഷിതാക്കൾ ആരാണെങ്കിലും അവരെ അതിൻ്റെ ജീവൻ അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ കൊന്നുകളയാനോ ഒന്നും ശ്രമിക്കാതെ അമ്മത്തൊട്ടിലിൽ ഏൽപ്പിച്ചു എന്നത് വലിയ ആശ്വാസം നൽകുന്ന, സന്തോഷം നൽകുന്ന വാർത്തയാണ്. മറ്റൊന്ന്, ഒരു കുട്ടി കൂടി ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്നു എന്നത് ഒരു ദുഃഖകരമായ വാർത്തയാണ്. കുഞ്ഞിൻ്റെ ആരോഗ്യനില എങ്ങനെയുണ്ട്? ഈ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരൊപ്പം ശിശുക്ഷേമ സമിതി ഉദ്യോഗസ്ഥരൊക്കെ പങ്കുവെക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉമേഷ്, ക്രിസ്മസ് ദിനം ഇന്ന് പുലർന്നത് ഒരു പുതിയ അതിഥിയെ കൂടെ ശിശുക്ഷേമ സമിതിക്ക് ലഭിച്ചുകൊണ്ടാണ്. ഇന്ന് പുലർച്ചെ 5:50 കൂടിയാണ് കേരള ശിശുക്ഷേമ സമിതിയുടെ തിരുവനന്തപുരത്തെ അമ്മത്തൊട്ടിലിൽ വെറും 3 ദിവസം പ്രായമായിട്ടുള്ള ഒരു പെൺകുഞ്ഞിനെ ലഭിച്ചിരിക്കുന്നത്. മന്ത്രി വീണ ജോർജ് ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞപ്പോൾ മാത്രമാണ് പുറം ലോകം ഇങ്ങനെ ഒരു കുഞ്ഞിന് ലഭിച്ചു എന്ന വിവരം അറിയുന്നത്. ഈ വർഷം ഇതുവരെ 22 കുഞ്ഞുങ്ങളെയാണ് ശിശുക്ഷേമ സമിതിയുടെ അമ്മത്തൊട്ടിൽ മാത്രമായിട്ട് ലഭിച്ചിരിക്കുന്നത്. കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതുവരെ 22 കുഞ്ഞുങ്ങളെയാണ് ശിശുക്ഷേമ സമിതിക്ക് ഈ വർഷം ലഭിച്ചിരിക്കുന്നത്. ഉമേഷ്, യെസ്, അനഘയാണ്, ശ്രീനന്ദയാണ് വിശദവിവരങ്ങൾ നൽകിയത്. ഞാൻ ആ വാർത്തയ്ക്ക് ശേഷം ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ നോക്കിയായിരുന്നു. ഏതാണ്ട് 800ഓളം പേരുകൾ, 856ഓളം പേരുകൾ ഇങ്ങനെ പലരായി ആ കുഞ്ഞിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നക്ഷത്രങ്ങളുടെ രാജ്ഞി, ഇസബെല്ല, നക്ഷത്ര, ദയ, അങ്ങനെ ഒരുപാട് പേരുകൾ, 856ഓളം പേരുകൾ ഇപ്പോൾ തന്നെ നിർദ്ദേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്.